ഇന്ന് നമുക്ക് പച്ച കയ്പ്പൊക്കെ കൊണ്ട് ഇതുപോലത്തെ കൊണ്ടിട്ട് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും അറിയാം കേട്ടോ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നല്ല വട്ടത്തിൽ കനം കുറച്ചരിയ ഒരു കയ്പ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലത്തെ കുരുവൊക്കെ കളഞ്ഞ് അതിൽ നമ്മൾ 1 ടീസ്പൂൺ 1.25 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് അത് വറക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തിരുമ്മിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയാൽ അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. കുറേ ഇങ്ങനെ മുങ്ങിക്കിടക്കൊന്നും വേണ്ട, എല്ലാതും ഇങ്ങനെ. അങ്ങനെ ഇത് നമ്മൾ 2 ബാച്ചായിട്ട്, ഒരു കയ്പ്പൊക്കെ വലുതായിരുന്നു കേട്ടോ. ഇത് 2 ബാച്ചായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ആദ്യം എണ്ണ നന്നായിട്ട് ആവട്ടെ. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ 5 മിനിറ്റ് മതിയാവും ഇത് വറുത്ത് കോരാൻ കേട്ടോ. ഇതുപോലെ കുറച്ചും കൂടെ കളർ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇതിൽ ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ ക്രിസ്പി ആയി പോവരുത് കേട്ടോ. അതിൽ മുമ്പായിട്ട് ചെറുതായിട്ടൊരു പച്ചക്കളറ് ബാക്കി നിൽക്കുമ്പോൾ നമ്മളത് കോരിയെടുക്കണം. കാരണം ഇനി ഇത് പുറത്തിരുന്നിട്ട് ഒന്നും കൂടെ ഇത് നല്ല ക്രിസ്പിനെസ് വരും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ കരുകരാന്നാവരുത്. അപ്പോൾ പിന്നെ സ്വാദ് ഉണ്ടാവില്ല. പിന്നെ അതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട്, സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മുടെ അടിപൊളി പച്ചക്കയ്പ്പൊക്കെ കൊണ്ടായിട്ട് റെഡി ആയിട്ടാ. ഇത് മറ്റേ ഉണക്കലിനേക്കാളും സ്വാദുണ്ട് ഇങ്ങനെ പച്ചക്കയ്പ്പൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അവിടെ നമ്മൾ കോരി എടുത്താൽ അപ്പോൾ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ വേഗം അതിലൊക്കെ പിടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക. ബൈ.